ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിനി, മലമ്പുഴ ITIയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തെ അറേസ് ഇൻ VBA എന്ന ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ആൻഡ് ഡിക്ലെയർ ആൻ അറേ, differentiate between static and dynamic array, declare entry a multi-dimensional array, describe the reading and preserve statement in VBA. ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Introduction. An array is a group of variables of the same data type and with the same name. If we have a list of items which are of similar type to deal with, we need to declare an array of variable instead of using a variable for each item. അപ്പോൾ അറേ എന്താണെന്ന് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അറേ എന്നുള്ള വാക്ക് പഠിച്ചിട്ടില്ലേ? അറേ ഡിക്ലെയർ ചെയ്യണതും അറേ യൂസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും അറേ എന്താണെന്ന് കൂടെ പറയാം. അറേ എന്ന് പറയണത് ഇപ്പോൾ നമുക്കൊരു വേരിയബിളിൽ വാല്യൂ സ്റ്റോർ എന്തെങ്കിലും ഐറ്റം ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. ഒരു വേരിയബിളിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് കുട്ടികളുടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിയുടെ പേരാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളൊരു വേരിയബിൾ സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. കാരണം അതിൽ നമ്മൾ നെയിം ആൽഫബറ്റ്സും ഒക്കെയാണ് സ്റ്റോർ ചെയ്യാൻ പോണത്. അപ്പം സ്ട്രിങ് ഡാറ്റ ടൈപ്പായിട്ട് ഇപ്പോൾ N എന്നുള്ള വേരിയബിളിൽ ഒരു കുട്ടിയുടെ പേര് സ്റ്റോർ ചെയ്യണം. അങ്ങനെ നമുക്ക് 10 or 100 കുട്ടികളുടെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓരോ വേരിയബിൾ ABC അങ്ങനെ ഓരോ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. 100 കുട്ടികളുടെയും 100 വേരിയബിൾ യൂസ് ചെയ്യണം. അതിന് പകരം നമുക്ക് ഒരു വേരിയബിൾ എന്നുള്ള വേരിയബിളിൽ തന്നെ 100 കുട്ടികളുടെയും പേര് സ്റ്റോർ ചെയ്യാം. പക്ഷേ സെയിം ഡാറ്റ ടൈപ്പ് 100 കുട്ടികളുടെയും പേര് മാത്രം പേരിൻ്റെ സ്ട്രിങ് എന്നുള്ള ഡാറ്റ ടൈപ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ നെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ നെയിം മാത്രം സ്ട്രിങ് മാത്രം. നമുക്ക് അതിൽ കൂടെ 100 സ്പേസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കുട്ടിയുടെ നെയിം അങ്ങനെയൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. എല്ലാവരുടെയും നെയിം മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടി 100 കുട്ടികളുടെ നെയിം സ്റ്റോർ ചെയ്യാൻ ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പിൽ ഒരു അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് 100 വേരിയബിൾസിൻ്റെ ഒരു ഗ്രൂപ്പ് നെയിം സ്റ്റോർ ചെയ്യാനുള്ള എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിൽ 100 കുട്ടികളുടെ നെയിം സ്റ്റോർ ചെയ്യാം. ഇനി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അറേ ആയിട്ട്. അതിൽ ഡാറ്റ ടൈപ്പ് ഡേറ്റ് ആയിട്ട് പറയണം. സെയിം ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഒരു വേരിയബിളിൽ നമുക്ക് അറേ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. For example, if we need to enter 10 names instead of declaring 10 different variables for each name. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 10 പേര് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 10 ഡിഫറെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ വേരിയബിൾ തന്നെ യൂസ് ചെയ്യാം. വി നീഡ് ടു ഡിക്ലെയർ ഓൺലി വൺ അറേ ഹോൾഡിങ് ഓൾ നെയിംസ്. ആ വേരിയബിളിനെ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ എല്ലാ നെയിം 10 നെയിമാണെങ്കിൽ 10, 100 നെയിമാണെങ്കിൽ 100 എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ അറേ യൂസ് ചെയ്യാം. The individual elements or items in the array is identified by its index or subscript. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു അറേയിൽ 100 കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 4ാമത്തെ കുട്ടിയുടെ അല്ലെങ്കിൽ 5ാമത്തെ കുട്ടിയുടെ നെയിം അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് യൂസ് ചെയ്യാം. എത്രാമത്തെ പൊസിഷനിലാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ്. അപ്പോൾ 5ാമത്തെ കുട്ടിയുടെ ആണെങ്കിൽ A5 അങ്ങനെ നമുക്ക് ഇൻഡെക്സ് വെച്ച് ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഓരോ ഐറ്റം അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. The following example declares an array variable to hold 10 students roll number in a school. സ്കൂളിലെ 10 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ 10 ഡിഫറെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യല്ല, ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഡിം എന്നുള്ളത് വേരിയബിൾ ഡിക്ലറേഷനുള്ള കീവേഡ്. VBA ഡിം ഡയമെൻഷൻ എന്നുള്ളതിൻ്റെ ഡിം. സ്റ്റുഡൻസ് എന്നാണ് ഇവിടെ വേരിയബിളിൻ്റെ പേര്. സ്റ്റുഡൻസ് ബ്രാക്കറ്റിൽ 10 വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യാം. 10 ആസ് ഇൻറ്റിജർ 10 ഇൻറ്റിജർ വാല്യൂസ് നമുക്ക് ഈ സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ സ്റ്റോർ ചെയ്യാം. സ്റ്റുഡൻറ്റ് ഓഫ് ബ്രാക്കറ്റിൽ 0, 1, 2, 3 അങ്ങനെ ഓരോന്നിനും ഐഡൻറ്റിഫൈ ചെയ്യാം.
The array students in the example contains 10 elements. നമ്മൾ ഈ എക്സാമ്പിളിൽ അറേ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പേരിലൊരു അറേ ഡിക്ലെയർ ചെയ്തു. അതിൽ 10 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. The indices of the elements range from 0 through 9 by default. അപ്പം അറേയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്ലൂറലാണ് ഇൻഡിസസ്. അറേയുടെ ഇൻഡെക്സുകൾ 0 തുടങ്ങി 9 വരെയാണ് ബൈ ഡീഫോൾട്ട് അങ്ങനെയാണ് VBAയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുട്ടി, സ്റ്റുഡൻറ്റ് ഓഫ് 1 സെക്കൻഡ്. ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. അറേയുടെ ഇൻഡെക്സ് 0ൽ നിന്ന് തുടങ്ങുന്നു. അത് ബൈ ഡീഫോൾട്ട് VBA. നമുക്ക് VBAയിൽ വേണമെങ്കിൽ അറേയുടെ ഇൻഡെക്സ് 1ൽ നിന്ന് തുടങ്ങാം. അത് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് 0 എന്നാണ് പറയുന്നത്. The variables in the array are now identified as students of 0, student of 1, 2, അങ്ങനെ etc. Indicating the first element and the second element etc. respectively. അങ്ങനെ നമ്മൾ ഓരോ ഒന്നാമത്തെ രണ്ടാമത്തെ അങ്ങനെ അറേയിലത്തെ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഇൻഡെക്സ് പറഞ്ഞിട്ടാണ് എക്സസ് ചെയ്യുക. ബ്രാക്കറ്റ് ഇട്ടിട്ട്. ടൈപ്പ് ഓഫ് അറേസ്: സ്റ്റാറ്റിക് അറേസ് ആൻഡ് ഡൈനാമിക് അറേസ്. 2 types of arrays ആണ് ഉള്ളത് ഇതിൽ VBAയിൽ, സ്റ്റാറ്റിക് അറേസും ഡൈനാമിക് അറേസും. വാട്ട് ഈസ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് അറേ. A static array is an array that is sized in the dim statement that declare the array. അപ്പം സ്റ്റാറ്റിക് അറേയിൽ നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുക ഡിം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഡിം സ്റ്റുഡൻറ്റ് എക്സാമ്പിളോട് കൊടുത്ത സ്റ്റുഡൻസ് ഓഫ് 10 ആസ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ സൈസ് പറയണം. എത്ര സ്ട്രിങ് വാല്യൂസ് ആണോ ഇതിൽ സ്റ്റുഡൻസ് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണം. ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു അറേയിൽ 10 സ്ട്രിങ് വേരിയബിൾസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈസ് 10 ആണ് എന്നുള്ള കാര്യം ഡിം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പറയുന്നു. സ്റ്റാറ്റിക് അറേയിൽ അതിൻ്റെ സൈസ് ഡിം സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലറേഷൻ സമയത്ത് ഡിം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ സൈസ് പറഞ്ഞിരിക്കണം. വേറെ എക്സാമ്പിൾ ഡിം സ്റ്റാറ്റിക് അറേ 1 to 10 ആസ് ഇൻറ്റിജർ. നമ്മളിവിടെ സൈസ് ബൈ ഡീഫോൾട്ട് അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൽ നിന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് നേരത്തെ. അപ്പം 0ൽ നിന്ന് തുടങ്ങുമ്പോൾ സ്റ്റുഡൻസ് ഓഫ് 10 ആസ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഓഫ് 0, 1, 2 അങ്ങനെ 9 വരെയാണ് കിട്ടുക. ഇനി നമുക്ക് വേണമെങ്കിൽ 1ൽ നിന്ന് തുടങ്ങാം. ഇൻഡെക്സ് 1ൽ നിന്ന് തുടങ്ങണമെങ്കിൽ സ്റ്റുഡൻസ് ഓഫ് 1, 2, 3 അപ് ടു 10 വരെ കൊടുക്കാം. അങ്ങനെ തുടങ്ങുന്നതിന് ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ടും പറയാം. ഡിം സ്റ്റാറ്റിക് ഓഫ് 1 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റിക് അറേ ഓഫ് 1, സ്റ്റാറ്റിക് അറേ ഓഫ് 2, 3 അങ്ങനെ അപ് ടു 10 വരെയാണ് ഈ അറേയുടെ ഇൻഡെക്സ് തുടങ്ങുന്നത്. 1ൽ നിന്നാണ് ഇത് കാണിക്കാനാണ് സ്റ്റാർട്ടിങ് 1 to 10 അങ്ങനെ കൊടുക്കുന്നത്. You cannot change the size or data type of a static array. ഒരു സ്റ്റാറ്റിക് അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസോ ഡാറ്റ ടൈപ്പോ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു അറേ ഡിക്ലെയർ ചെയ്തു. അതിൽ 10 സ്ട്രിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ എന്ന് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി. പ്രോഗ്രാമിൽ ഫസ്റ്റ് ഡിക്ലറേഷൻ എഴുതുന്നു. അതിൽ 10 കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് 10 അല്ല ഒരു 15 പേരുടെ പേരും കൂടി സ്റ്റോർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മെമ്മറി വീണ്ടും 15 ആൾക്കുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. 10 പേരുടെ പേര് സ്റ്റോർ ചെയ്യാൻ ഉള്ള മെമ്മറി ഉണ്ടായിരിക്കുള്ളൂ. പിന്നീട് നമുക്ക് ആ സ്റ്റുഡൻസ് എന്നുള്ള അറേയുടെ സൈസ് 10 ആക്കണമെന്ന് പറ്റില്ല. വേറെ അറേ യൂസ് ചെയ്യേണ്ടി വരും. 15 ആക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ സ്റ്റാറ്റിക് അറേസിൻ്റെ സൈസ് പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ ഡാറ്റ ടൈപ്പ് ആയാലും സ്റ്റുഡൻസ് എന്ന് പറയുന്ന അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് സ്ട്രിങ് ആയിട്ടാണ്. ഇനി അതിൽ ഡേറ്റോ വേറെ ന്യൂമറിക് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാറ്റാൻ പറ്റില്ല. വേറെ അറേ യൂസ് ചെയ്യേണ്ടി വരും പ്രോഗ്രാം. ആ അറേയിൽ മാറ്റാൻ പറ്റില്ല. വേറെ പേരിലൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. വെൻ യു ഇറേസ് എ സ്റ്റാറ്റിക് അറേ നോ മെമ്മറി ഈസ് ഫ്രീഡ്. നമ്മൾ പ്രോഗ്രാമിൽ ഫസ്റ്റ് ഡിക്ലറേഷൻ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ വരുന്നത്. അപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേരിയബിളിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുവന്നു അതിന് എത്ര ബൈറ്റ് വേണം, ഡാറ്റ ടൈപ്പിനനുസരിച്ച് എത്ര ബൈറ്റ് വേണമെന്ന് വെച്ചാൽ അത്രയും മെമ്മറി കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് വെക്കും. ആ മെമ്മറി പിന്നെ വേറൊരു വേരിയബിളിന് കൊടുക്കില്ല. വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേറെ മെമ്മറി ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യാണ്. സ്റ്റുഡൻസ് ഓഫ് 10 കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ നമുക്ക്
സ്റ്റുഡൻസ് എന്നുള്ള വേരിയബിളിൽ നിന്ന് വേരിയബിളിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അത് 10 100 എത്ര മെമ്മറി ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. നമ്മളിവിടെ 10 മെമ്മറി ലൊക്കേഷൻ സ്റ്റുഡൻസ് എന്നുള്ള വേരിയബിൾ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ അറേയുടെ ആവശ്യമില്ല, സ്റ്റുഡൻസ് എന്നുള്ള അറേ ആവശ്യമില്ലെങ്കിൽ നമ്മളത് ഇറേസ് ചെയ്താലും സ്റ്റാറ്റിക് അറേ ആണെങ്കിൽ ആ മെമ്മറി ഫ്രീ ആവില്ല. ആ മെമ്മറി അവിടെ അലോക്കേറ്റഡ് ആയിട്ട് തന്നെ കിടക്കും. അതിലെ വാല്യൂസ് 0 ആവും. ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ 0 ആയിട്ടും സ്ട്രിങ് വാല്യൂസ് ആണെങ്കിൽ നള്ളായിട്ടും എം ടി ആയിട്ടൊക്കെ ഡാറ്റ ടൈപ്പിനനുസരിച്ച് മാറുന്നല്ലാതെ പിന്നീട് നമ്മൾ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ മെമ്മറി അതിനുവേണ്ടി യൂസ് ചെയ്യില്ല. ആ മെമ്മറി അവിടെ ഒരിക്കൽ അലോക്കേറ്റ് ചെയ്തെന്നുള്ളതിൽ അങ്ങനെ ഫ്രീ ആക്കാതെ വെച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പം മെമ്മറി ലൊക്കേഷൻസൊക്കെ ഇപ്പം മെമ്മറി വളരെ ഒരുപാട് മെമ്മറിയൊക്കെ ഉണ്ട്. കുറേ മുന്നൊക്കെ നമുക്ക് റാമൊക്കെ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ മെമ്മറി പരമാവധി ഇങ്ങനെ ഫ്രീ ആക്കണം, അല്ലെങ്കിലും ഫ്രീ ആക്കണം. ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത മെമ്മറികളാണെങ്കിൽ പരമാവധി അത് ഫ്രീ ആക്കിയിട്ടാൽ അടുത്ത വേരിയബിൾസിനും ഒക്കെ യൂസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് അങ്ങനെ അവിടെ കിടക്കും. മെമ്മറി ഇറേസ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് അറേ പറ്റില്ല. ഇറേസ് സിംപ്ലി സെറ്റ്സ് ഓൾ ദി എലമെൻറ്റ്സ് ടു ദെയർ ഡീഫോൾട്ട് വാല്യൂ. അഥവാ നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി ഇറേസ് ചെയ്താൽ, ഇറേസ് എന്ന് പറഞ്ഞിട്ട് ആ മെമ്മറി ഇറേസ് സ്റ്റുഡൻസ് എന്നുള്ള അറേ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡീഫോൾട്ട് നമ്മൾ മുന്നേ സ്റ്റോർ ചെയ്ത വാല്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്യും. 0 ഡീഫോൾട്ട് വാല്യൂ വെച്ച് സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്ങിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നള്ളായി മാറും. ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസിലായിരുന്നു 5 എന്ത് വാല്യൂ വെച്ചിരുന്നെങ്കിൽ അത് 0 ആയി മാറും എന്നുള്ളൂ. ആ മെമ്മറി ലൊക്കേഷൻ ഫ്രീ ആവില്ല. വേറെ ഒരു ആവശ്യത്തിന് നമ്മൾ വേറൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വേറൊരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ മെമ്മറി യൂസ് ചെയ്യില്ല, വേറെ മെമ്മറി യൂസ് ചെയ്യുള്ളൂ. ഐട്രേറ്റിംഗ് ത്രൂ ആൻ അറേ, അത് ലൂപ്പിലത്തെ ഓരോരോ വാല്യൂസ് എങ്ങനെയാണ് എടുക്കണേ, അറേയിലത്തെ ഓരോരോ വാല്യൂസും എങ്ങനെയാണ് എടുക്കണേന്ന് നോക്കാം. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ഫോർ, നെക്സ്റ്റ്, ഡു വൈൽ എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദി അറേ ടു റിട്രീവ് ദയർ വാല്യൂസ്. ഓരോ വാല്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പോ വൈൽ ലൂപ്പ് ഏതെങ്കിലും യൂസ് ചെയ്യാം. ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് കോഡ് ഈസ് ഷോൺ ബിലോ. ഒരു അറേയിൽ നമ്മൾ കുറച്ച് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, എന്നിട്ട് അതിലത്തെ ഓരോ വാല്യൂസും പ്രിൻറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അറേ പ്രോഗ്രാം എഴുതുമ്പോൾ അറിയാലോ, സബ്നദീത ഫങ്ഷൻ സബ് റൂട്ടിൻ്റെ പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിനൊരു പേര് കൊടുത്തു. അതിൻ്റെ ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. എങ്ങനെ അറേ ഡിക്ലെയർ ചെയ്യാം? ഡയമെൻഷൻ ആണ് ഡിം എ ഓഫ് 5 ആസ് ഇൻറ്റീജർ. എ എന്ന് പറയുന്ന ഒരു അറേ, അതിൽ 5 ഇൻറ്റീജർ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഏതെങ്കിലും വേരിയബിൾസ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഡിക്ലെയർ ചെയ്യണമല്ലോ. അപ്പോൾ ലൂപ്പിൻ്റെ ഇൻഡെക്സ് ആയിട്ട് ഐ എന്ന് പറഞ്ഞിട്ടൊരു ലൂപ്പ് ഫോർ ഐ ഈസ് ഈക്വൽ ടു അങ്ങനെ കൊടുക്കാറില്ലേ ഫോർ ലൂപ്പിൽ. അപ്പോൾ ഐ എന്നുള്ള വേരിയബിൾ ഒരു ഇൻഡിജറായിട്ട് ഡിക്ലെയർ ചെയ്യും. ഇനി അറേയിലേക്ക് വാല്യൂസ് കുറച്ച് സ്റ്റോർ ചെയ്യാണ്. എ ഓഫ് 0 എന്ന് പറഞ്ഞ അറേയുടെ ഫസ്റ്റ് എലമെൻറ്റ് 0യിൽ നിന്നാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ഓഫ് 0 ഒരു വാല്യൂ 1 2 അങ്ങനെ 4 വരെ 5 വാല്യൂസ് നമ്മൾ ഈ അറേയിൽ സ്റ്റോർ ചെയ്തു. ഈ 5 എണ്ണം പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എ ഓഫ് 1 പ്രിൻറ്റ് ചെയ്യുക, ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് എ ഓഫ് 0 എ ഓഫ് 1 എ ഓഫ് 3 അങ്ങനെ എഴുതാം. ഇത് വാല്യൂ സ്റ്റോർ ചെയ്ത പോലെ തന്നെ അങ്ങനെ എഴുതണം. പക്ഷെ അങ്ങനെ ചെയ്യില്ലല്ലോ, ഒരു കാര്യം തന്നെ കുറേ പ്രാവശ്യം ചെയ്യണതിന് പകരം നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലൂപ്പിൽ ഫോർ ഐ ഈസ് ഈക്വൽ ടു 0 to 4 ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് എ ഓഫ് ഐ. എന്ന് പറയുന്ന അറേയുടെ ഇൻഡെക്സ് ഐ എന്നുള്ളത് 0 തുടങ്ങി 4 വരെ വാല്യൂ ചെയ്യണം. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 0, അപ്പോൾ എ ഓഫ് 0 പ്രിൻറ്റ് ചെയ്യും. പിന്നെ എ ഓഫ് 1 എ ഓഫ് 2 എ ഓഫ് 3 പിന്നെ 4 വരെ, അപ്പോൾ 5 വാല്യൂസ് പ്രിൻറ്റ് ചെയ്യും. ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സലിൽ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ്. ഇവിടെ ലൂപ്പാണ്, ഓരോരോ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെ 4 5 വാല്യൂ 0 തുടങ്ങി ഇവിടെ വാല്യൂ വേരിയബിളിൽ ഇങ്ങനെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഐയുടെ വാല്യൂ 4 ആയി. 0 തുടങ്ങി 1 2 3 അങ്ങനെ 4 വരെ വാല്യൂ ചേഞ്ച് ചെയ്ത് വന്നു. എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ആ അറേയുടെ ഇൻഡെക്സിൽ ഏതാണോ അറേയിൽ 4th വാല്യൂ ഏതാണോ അത് സ്റ്റോർ ചെയ്യും. 0 എ ഓഫ് 4 ഏതാണെങ്കിൽ.
ഐയുടെ വാല്യൂ 4 ആണല്ലോ. അപ്പോൾ A of 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 എന്നുള്ള വാല്യൂ ഉണ്ട്. 99 എന്നുള്ള വാല്യൂ ആണ് ഈ അറയിലുള്ളത്. അതും കൂടെ പ്രിൻ്റ് ചെയ്യും. ഇതിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എക്സിക്യൂഷൻ ചെയ്തത്. F8 കീ പ്രസ് ചെയ്താൽ മതി. പ്രിൻറ്റ് ചെയ്യണത് നെക്സ്റ്റ് ലൈനിലേക്കാണ് പ്രിൻറ്റ് ചെയ്ത് പോയത്. നമുക്ക് ഒരേ ലൈനിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സെമി കോളൻ ഇട്ടാൽ മതി. ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വന്നത് നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് പ്രിൻ്റ് ആണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യണില്ല, റൺ ചെയ്യാണ്. ഇപ്പോൾ വേണ്ട ഇവിടെ ഒരേ ലൈനിൽ പ്രിൻറ്റ് ചെയ്ത് വന്നു. ഈ സെമി കോളൻ ഇല്ലെങ്കിൽ സെമി കോളൻ കളയുമ്പോൾ എങ്ങനെയാണ് ഒന്ന് ഇത് താഴെയാണ് പ്രിൻ്റ് ചെയ്ത് വരാം. അപ്പോൾ സെമി കോളൻ യൂസ് ചെയ്യുന്നത് ഈ പ്രിൻ്റ് ചെയ്യണത് നെക്സ്റ്റ് ലൈനിൽ വരാതെ അതേ ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമി കോളൻ ഇടുന്നത്. താഴെ പ്രിൻ്റ് ചെയ്തു. സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതേ ലൈനിൽ പ്രിൻ്റ് ചെയ്യും. വെറുതെ ഡീബഗ് ഡോട്ട് പ്രിൻ്റ് ആണ്, സെമി കോളൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു അരയിൽ വാല്യൂ സ്റ്റോർ ചെയ്തത് ഓരോ വാല്യൂസ് ആയിട്ട് എടുത്ത് പ്രിൻ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് മൾട്ടി ഡയമെൻഷണൽ അറേസ്. അറേ എന്ന് പറയുന്നത് ഒരു റോയായിട്ട് നമ്മൾ വാല്യൂ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കണ്ടില്ലേ, അത് ഒന്നിൽ കൂടുതൽ. ഇപ്പോൾ ഒരു അരയാണ്, അതിൽ ഒരു റോ മാത്രം, റോയും കോളായിട്ട് നമുക്ക് എക്സലിലൊക്കെ റോയും കോളായിട്ട് പറയണില്ല, അതുപോലെ മൾട്ടി ഡയമെൻഷൻ റോയും കോളവും ഉള്ളതാണ് മൾട്ടി ഡയമെൻഷണൽ അറേസ് വരുന്നത്. ദി ഫോളോയിങ് മൾട്ടി ഡയമെൻഷണൽ അറേസ് ഹാവ് മോർ ദാൻ 1 റോ ആൻഡ് 1 കോളം. ഒന്നിൽ കൂടുതൽ റോ ഒന്നിൽ കൂടുതൽ കോളം ഉണ്ട്. കോളായിട്ട് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അറേ യൂസ് ചെയ്തു. ഇനി വേറൊരു ക്ലാസ്സിലെ കുട്ടികളുടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറൊരു അറേ യൂസ് ചെയ്യും. അതിന് പകരം നമുക്കൊരു മൾട്ടി ഡയമെൻഷണൽ അറേ ആണെങ്കിൽ അതിൽ ഫസ്റ്റ് കോളത്തിൽ എ ക്ലാസ്സിലെ കുട്ടികളെ, സെക്കൻഡ് കോളത്തിൽ ബി ക്ലാസ്സിലെ കുട്ടികളുടെ പേര്, അങ്ങനെ സ്റ്റോർ ചെയ്യാം. മൾട്ടി ഡയമെൻഷണൽ അറേ. The following example declares a multi-dimensional array variable by placing comma inside the parenthesis to separate the dimensions. അപ്പോൾ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഡിം എന്ന് കൊടുക്കുക, അറേയുടെ ഒരു പേര് കൊടുക്കുക, എത്ര റോയും കോളം ഉണ്ടെന്ന് ഫസ്റ്റ് റോ പിന്നെ കോളം സ്പെസിഫൈ ചെയ്യുക. നമ്പർ 1 നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിം അരേനെയും ബ്രാക്കറ്റിൽ റോയുടെ നമ്പർ എത്രയാണെങ്കിൽ അത്, കോമ കോളത്തിൻ്റെ നമ്പർ, ആസ് ഡാറ്റ ടൈപ്പ്. ആസ് ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 3 റോസും 2 കോളംസും ഉള്ള ഒരു അരേ, മൾട്ടി ഡയമെൻഷണൽ അരേ ഡിക്ലെയർ ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഡിം എ 3,2 ആസ് ഇൻറ്റീജർ, 3 റോ 2 കോളംസ്. ഒരു അരയുടെ ഫസ്റ്റ് റോ പിന്നെ കോളംസ് ആയിട്ട് 3 റോയും 2 കോളംസും ഉള്ള മൾട്ടി ഡയമെൻഷണൽ അറേയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. In the following example, we will define an array with 3 elements each in 2 rows. 2 rows നേരത്തെ പോലെയല്ല, ഇത് 2/3, 2 റോസിൽ 3 കോളംസ് ആയിട്ടുള്ള 3 എലമെൻറ്റ്, 2 റോസ് ഉണ്ട്, ഓരോ റോയിലും 3 എലമെൻറ്റ്സ് ആയിട്ട് ഉള്ളൊരു മൾട്ടി ഡയമെൻഷണൽ അറേയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഡയമെൻഷൻസ് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഡിം എം എൻ ആസ് ഇൻറ്റീജർ, എം എന്ന് പറയുന്ന 2 ഇൻറ്റീജർ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അരയുടെ പേര് ARR എന്നാണ്. അത് മൾട്ടി ഡയമെൻഷണൽ അരേയാണ്. അതിൽ 2 റോസ് 3 കോളംസ്, 3 വാല്യൂസുള്ള 2 റോ അല്ലേ. 2 റോയുണ്ട്. ഒരു റോയിൽ ഇൻപുട്ട് ഡിവൈസുകളും ഒരു റോയിൽ ഔട്ട്പുട്ട് ഡിവൈസും. ഫസ്റ്റ് റോയിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ, പിന്നത്തെ റോയിൽ ഇൻപുട്ട് ഡിവൈസ്. അതിൽ 3 ഡിവൈസുകളാണ്. അപ്പോൾ 3 കോളംസ്. ആ ഒരു എക്സാമ്പിളായിട്ട് വേണം പ്രിൻ്റർ, പ്ലോട്ടർ, മോണിറ്റർ. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ അരേയിലാണ് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പോണത്.
ഫസ്റ്റ് ഇതിൽ അരയുടെ ഇൻഡെക്സ് സീറോകളിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പം 0 0 എന്ന് പറയുന്നത് 0 1 ഫസ്റ്റ് റോയിലത്തെ 1 പ്ലോട്ടർ ഫസ്റ്റ് റോ, അങ്ങനെ 0th റോയിലെ മൂന്നാമതായിട്ടുള്ളത്. 0യിൽ നിന്ന് ഇൻഡെക്സ് തുടങ്ങുന്നതുകൊണ്ട് 2 ആണ് മോണിറ്റർ. അങ്ങനെയാണ് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. എക്സലിൽ റോയും കോളായിട്ട് വാല്യൂ പറയണ പോലെ തന്നെ റോ ഫസ്റ്റ് റോ സെക്കൻഡ് റോ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, അങ്ങനെ റോയും കോളായിട്ട് പറയില്ലേ, അതേപോലെ തന്നെയാണത്. ഈ വാല്യൂസാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അരയിൽ. ഇനി അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ഡയമെൻഷണൽ അരയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് നേരത്തെ പ്രിൻറ്റ് ചെയ്ത്, മൾട്ടി ഡയമെൻഷണൽ ആകുമ്പോൾ ഈ ഒരു ലൂപ്പ് പ്രിൻറ്റ് ചെയ്യാൻ തന്നെ ഒരു റോ പ്രിൻറ്റ് ചെയ്യാൻ തന്നെ ഒരു ലൂപ്പ് വേണം. അതുപോലെ 2 റോ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ലൂപ്പിന് വേറൊരു ലൂപ്പില്ല. അപ്പം ഇന്നർ ലൂപ്പുകൾ യൂസ് ചെയ്തിട്ട് മൾട്ടി ഡയമെൻഷണൽ അരേസ് പ്രിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് റോ എത്ര ഉണ്ട്, 0 തുടങ്ങുന്നുണ്ട്, 0 തുടങ്ങി 1 വരെ. അപ്പോൾ 0യും 1ഉം 2 റോയാണുള്ളത്. 0th റോ, ഇത് ഫസ്റ്റ് 1 ഒന്നെന്നുള്ളത്. നെക്സ്റ്റ് അതിലത്തെ ഓരോ കോളംസും 0 തുടങ്ങി 2 വരെ ഓരോ കോളംസ്, 0 ഇത് 1 2 കോളംസ് ഓരോന്നും പ്രിൻറ്റ് ചെയ്യാം. ഈ ഒരേ റോയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെമി കോളം കൊടുത്തിരിക്കുന്നത്. സ്പേസ് കൊടുത്തിരിക്കുന്നത് ഒരു ഇത്തിരി വാല്യൂ SPC ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സ്പേസ് കഴിഞ്ഞിട്ട് വരും. ഇങ്ങനെ പ്രിൻ്റർ പ്ലോട്ടറിന് അങ്ങനെ തൊട്ടടുത്തടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റ വേർഡായിട്ട് വായിക്കില്ല. അപ്പോൾ ഒത്തിരി സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് SPC എന്നുള്ളത്. ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് 2 സ്പേസ് ഇട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ കോഡ്സിൽ 2 സ്പേസ് ഇട്ട് കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് വെറുതെ ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് കൊടുത്താൽ ഇനി അടുത്തൊരു റോ കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് വരാനാണ് ഡീബഗ് ഡോട്ട് പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്കിത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഡൈനാമിക് അറേസ്. Dynamic array variables are useful when we don't know in advance how many elements need to be stored in the array, or when we need to change the array dimension at a later stage. അത് സ്റ്റാറ്റിക് അറേസ് പറഞ്ഞിരുന്നു. സ്റ്റാറ്റിക് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൽ എത്ര വേണം, അതിൻ്റെ സൈസ് എത്രയാണ്, എത്ര വാല്യൂസ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയണം. നമുക്ക് പക്ഷേ അഡ്വാൻസ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റാത്ത ചില കേസുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻസിന് എൻ്റെ വാല്യൂ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 50 കുട്ടികളുടെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡിം എന്നാണ് വേരിയബിൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്നാണെങ്കിൽ n(10) അല്ലെങ്കിൽ 50 ആസ് ഇൻറ്റീജർ നമുക്ക് കൊടുക്കാം. ചില കേസുകളിൽ നമുക്ക് എത്ര വേണ്ടി വരും, മെമ്മറി ലൊക്കേഷൻ എത്രയാണ് അരയുടെ സൈസ് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലായിരിക്കും ആ വാല്യൂ നമുക്ക് കിട്ടാം. അതിനനുസരിച്ച് ഉള്ള വാല്യൂ ഡിക്ലെയർ ചെയ്യേണ്ടി വരും വേരിയബിളിൻ്റെ സൈസിൽ. അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റാറ്റിക് അറേ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡൈനാമിക് അറേസിൻ്റെ എപ്പോഴാണ് യൂസ് ചെയ്യുക, നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അരയുടെ സൈസ് എത്ര വരും എന്നുള്ളത് പ്രോഗ്രാമർക്ക് മുന്നേ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നീടായിരിക്കും പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ആ വാല്യൂ ലഭിച്ചിട്ട് അത്രയും മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ ഡൈനാമിക് അറേസാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഈ അരയുടെ സൈസ് ആദ്യം നമ്മൾ അര ഡിക്ലെയർ ഒരു 10 വാല്യൂ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തു. പിന്നീട് നമുക്ക് അതിൻ്റെ വാല്യൂ ചിലപ്പോൾ 100 വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ റീഡയമെൻഷൻ ചെയ്യാം. വീണ്ടും അതിൽ വാല്യൂസ് കുറച്ചും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സൈസ് അരയുടെ സൈസ് കൂട്ടാം. അപ്പോഴൊക്കെ നമുക്ക് ഡൈനാമിക് അറേസ് യൂസ് ചെയ്യേണ്ടി വരും. എ ഡൈനാമിക് അറേ ഈസ് എൻ അറേ ദാറ്റ് ഈസ് നോട്ട് സൈസ്ഡ് ഇൻ ഡിം സ്റ്റേറ്റ്മെൻറ്റ്. ഡിം സ്റ്റേറ്റ്മെൻറ്റ് ഡയമെൻഷൻ ആ സമയത്ത് നമുക്ക് ഡിം സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് സൈസ് പറയാം. ഡിക്ലെയർ ചെയ്യാത്ത അരകൾ സൈസ് പറയാത്ത അരയാണ് ഡൈനാമിക് അറേ എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ഈസ് സൈസ്ഡ് വിത്ത് റീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിം സ്റ്റേറ്റ്മെൻറ്റിൽ സൈസ് കറക്റ്റ് പറയില്ല, പകരം അത് റീഡിങ് സ്റ്റേറ്റ്മെൻറ്റിലാണ് അതിൻ്റെ സൈസ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിം ഡൈനാമിക് അരേ ബ്രാക്കറ്റ്, അതിനകത്തൊന്നും വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ആസ് ലോങ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് അരേ എന്ന് പറഞ്ഞിട്ടൊരു അരേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ ലോങ് എന്ന് പറയാൻ ലോങ് വാല്യൂ ഇൻറ്റീജർ ലോങ് ഡബിളൊക്കെ പഠിച്ചിട്ടില്ല ഡാറ്റ ടൈപ്പിൽ. ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാം.
ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ. ഡൈനാമിക് അറേ എന്ന് തന്നെ വേണമെന്നില്ല കേട്ടോ, ഡി എന്നതിലും കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു വേരിയബിൾ നെയിം കൊടുക്കണം. ഡിം ഡൈനാമിക് അറേ ആസ് ബ്രാക്കറ്റിൽ സൈസ് പറഞ്ഞിട്ടില്ല ആസ് ലോങ് എന്ന് കൊടുത്തു. പിന്നീട് എപ്പോഴെങ്കിലും തൊട്ട് തന്നെ വേണമെന്നില്ല, നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ എവിടെയെങ്കിലും റീഡിം ഡൈനാമിക് അറേ ഓഫ് ബ്രാക്കറ്റിൽ 10 എന്ന് കൊടുത്തു. അപ്പോൾ 10 വാല്യൂസ് സ്റ്റോർ ഇൻ ലോങ് വാല്യൂസ് 10 ലോങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അരയായിട്ട് അതിന് 10 മെമ്മറി ലൊക്കേഷൻസ് അപ്പോൾ അലോക്കേറ്റ് ചെയ്യും. നമുക്ക് 100 എണ്ണമാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിം ഡൈനാമിക് അറേ ഓഫ് 100 എന്ന് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. ഡയമെൻഷൻ ഡിം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ സൈസ് പറയണമെന്നില്ല, പിന്നീട് റീഡിം സ്റ്റേറ്റ്മെൻറ്റിൽ പറയാം. അപ്പോഴാണത് അങ്ങനത്തെ അറേസാണ് ഡൈനാമിക് അറേസ്. റീഡിം സ്റ്റേറ്റ്മെൻറ്റ്. യു മേ ഡിക്ലെയർ എ ഡൈനാമിക് വേരിയബിൾ വിത്ത് empty parenthesis, that is leave the index dimensions blank. നമുക്ക് നേരത്തെ കണ്ട റീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ചെയ്ത ഡൈനാമിക് അറേസ് എംപ്റ്റി പരാൻതസിസ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡൈനാമിക് വേരിയബിൾസ്, ഡൈനാമിക് അറേസ്. ഇൻഡെക്സ് പോർഷൻ നമ്മൾ ലീവ് ചെയ്യണം, അവിടെ നമ്മളൊന്നും കൊടുക്കണില്ല. ഇൻഡെക്സ് എത്രയാണ്, 10 ആണോ എത്രയാണ് മാക്സിമം ഇൻഡെക്സ് നമ്മൾ പറയണില്ല. We can therefore size or resize a dynamic array that has already been declared. ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത ഡൈനാമിക് അറേയുടെ സൈസ് നമുക്ക് റീസൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സൈസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ആദ്യം ഡിക്ലെയർ ചെയ്ത ഒരു അറേ, അത് നമ്മൾ എംപ്റ്റി പരാൻതസിസ് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഡയമെൻഷനൊന്നും പറഞ്ഞിട്ടില്ല, ഡിക്ലെയർ ചെയ്തത് വീണ്ടും അതിൻ്റെ സൈസ് എത്രയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ടു റീസൈസ് an array, it is necessary to provide the upper bound while lower bound is optional. അപ്പോൾ അറേയുടെ റീസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പർ ബൗണ്ട് മാക്സിമം എത്ര വരെ വാല്യൂസ് ഉണ്ടെന്നുള്ളത് ആ സമയത്ത് എന്തായാലും കൊടുക്കണം. റീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയണം എത്ര വാല്യൂസ്, 100 ആണോ 10 അപ്പർ ലിമിറ്റാണ് പറയുന്നത്. ലോവർ 0 ലോവർ എത്രയാണെന്നുള്ളത് ഓപ്ഷണലാണ്, കാരണം നമുക്കത് 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 1-ൽ നിന്ന് 0-ൽ നിന്ന് അല്ലെങ്കിൽ 1-ൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും. അപ്പർ മാക്സിമം എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ മതി, ലോവർ ലിമിറ്റ് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. If you do not mention lower bound, it is determined by option based settings for the module, which is by default 0. നമ്മൾ ലോവർ ബൗണ്ട് പറയുന്നില്ല. ഇപ്പം റീഡിം എ ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 10 വരെ, അത് 0-ൽ നിന്നാണ് തുടങ്ങുന്നത് 1 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൽ ഓപ്ഷൻ ബേസ് സെറ്റിംഗ്, ഓപ്ഷൻ ബേസ് എന്ന് പറഞ്ഞതുണ്ട്, അതിൽ ഡീഫോൾട്ടായിട്ട് 0 ആണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ 0 തുടങ്ങും. നമുക്കത് ബേസ് 1 ആയിട്ട് പറയാം. ഓപ്ഷൻ ബേസ് 1 പ്രോഗ്രാമിൽ കൊടുക്കാം. ഓപ്ഷൻ ബേസ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 വെച്ചിട്ടായിരിക്കും ഡിക്ലറേഷൻ സെക്ഷനിൽ നമുക്ക് കൊടുക്കാം ഓപ്ഷൻ ബേസ്. അപ്പോൾ അവിടെ 1 കൊടുത്തിരിക്കുകയാണെങ്കിൽ എ ഓഫ് 0 ഉണ്ടാവില്ല, അരയുടെ എ ഓഫ് 1, 2, 3 അങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. ഡീഫോൾട്ട് അത് 0 ആയിരിക്കും. നമുക്കത് 0 വേണ്ട, 1-ൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബേസ് 1 കൊടുക്കാം. പ്രോഗ്രാമിൽ ഫസ്റ്റ് ഡിക്ലറേഷൻ സെക്ഷനിൽ അത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നായിരിക്കും അരയുടെ. ദിസ് വിൽ മീൻ ദാറ്റ് ദ റെസ്പെക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് ഓഫ് എൻ അരേ with 3 elements will be 1, 2, 3. Not entering option base 1 will mean index values 0, 1, 2. ഓപ്ഷൻ ബേസ് നമ്മൾ 1 കൊടുത്തിട്ടില്ലെങ്കിൽ ഓപ്ഷൻ ബേസ് എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അരയുടെ ഇൻഡെക്സ് 0, 1, 2 അങ്ങനെ ആയിരിക്കും. ഓപ്ഷൻ ബേസ് നമ്മൾ 1 ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരയുടെ ഇൻഡെക്സ് 1-ൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. The following example declares an array called A as a dynamic array. The array size is not set and then it is resized to 3 elements by specifying option base 1. നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ്, അതിൻ്റെ സൈസ് 3 ആണ്. അത് നമ്മൾ ഓപ്ഷൻ ബേസ് 1 കൊടുത്തിട്ടുള്ളത് കൊണ്ട് അരയുടെ സൈസ് 1-ൽ നിന്നായിരിക്കും തുടങ്ങി. ഓപ്ഷൻ ബേസ് 1 എവിടെ കൊടുക്കണമെന്ന് കാണിച്ചു തരാം. ഇവിടെ പ്രോഗ്രാമിൽ നമ്മളിവിടെ ഓപ്ഷൻ ബേസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട്
സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ഓപ്ഷൻ 1 കൊടുക്കാം. ജനറൽ ഡിക്ലറേഷനിൽ ഓപ്ഷൻ ബേസ് 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറേയുടെ ഇൻഡെക്സ് 0 തുടങ്ങില്ല, 1 നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. 0 വെച്ച് കൊടുക്കരുത്, 1 2 3 4 5 അങ്ങനെ കൊടുക്കണം. ഇതാണ് ഓപ്ഷൻ ബേസ് 1 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓപ്ഷൻ ബേസ് 1 കൊടുത്തത് കൊണ്ട് ഈ അറേയുടെ ഇൻഡെക്സ് കണ്ട 1 നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. 3 എലമെൻറ്റ്സ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. ഡൈനാമിക് അറേയാണ്. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഡിം എ ബ്രാക്കറ്റ് വെറുതെ ഓപ്പൺ ചെയ്യുന്ന ബ്ലാങ്ക് ആക്കിയിടാണ്, അതിനുള്ള വാല്യൂസ് ഒന്നുമില്ല. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് അറേ ആണെന്ന് മാത്രം പറയുന്നു, അതിൻ്റെ സൈസ് കൊടുത്തിട്ടില്ല. റീഡിങ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇവിടെ സൈസ് പറയുന്നത്. ഇവിടെ 3 ആയിട്ട് കൊടുക്കുന്നു റീഡിങ് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഓപ്ഷൻ ബേസ് 1 ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് a of 1, a of 0 എന്നുള്ള ഓപ്ഷൻ ഇല്ല, a of 1 2 3 അങ്ങനെ 3 വാല്യൂസ് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഈ അറേ തന്നെ നമ്മൾ റീഡിങ് a of 4 എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ അറേയുടെ സൈസ് 4 ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. എന്നിട്ട് 4ാമത്തെ അരയിൽ CHNM എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരാം? ഇവിടെ ആദ്യത്തെ ഈ അറേ നമ്മൾ റീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് വീണ്ടും സൈസ് 4 ആക്കുന്നത്. പക്ഷേ ഈ വാല്യൂസ് എല്ലാം പോയിൻ്റ് ആയിരിക്കും, റിമൂവ് ആയി പോയിൻ്റ് ആവും വാല്യൂസ്. 4ൽ മാത്രമേ ആ വാല്യൂസ് ഉണ്ടായിരിക്കുള്ളൂ. ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ a of 1 2 3 ബ്ലാങ്ക് ആയിരിക്കും, പിന്നെ 4ൽ മാത്രമേ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ടു റീസൈസ് ദി അറേ വിത്തൗട്ട് ലൂസിങ് ദി എക്സിസ്റ്റിംഗ് ഡാറ്റ യു ഷുഡ് യൂസ് പ്രിസർവ് അലോങ് ദി റീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഈ വാല്യൂസ് ഇവിടെ തന്നെ നിൽക്കണം, അതിന് താഴെ. ഇപ്പോൾ അരയുടെ സൈസ് 3 ആയിരുന്ന സമയത്ത് അതിൽ കുറച്ച് വാല്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നുള്ള അരേ, ആ വാല്യൂസ് എല്ലാം പോവാതെ തന്നെ നമുക്ക് ഈ അരയുടെ സൈസ് 4 ആക്കിയിട്ട് 4ാമത്തെ ഇതിൽ ഒരു വാല്യൂ കൂടി സ്റ്റോർ ചെയ്യണം. ആദ്യത്തെ 3 അവിടെ വേണം, അങ്ങനെ വേണം. അത് പോകരുതെന്നെങ്കിൽ പ്രിസർവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റീഡിങ് ചെയ്യുന്ന സമയത്ത് റീഡിങ് പ്രിസർവ് a of 4 ആസ് സ്ട്രിങ് കൊടുക്കുക. അപ്പോൾ അതിൽ മുന്നുണ്ടായിരുന്ന വാല്യൂസ് പോകാതെ നിൽക്കും. എന്നിട്ട് 4ാമത്തെ വാല്യൂ ആയിട്ട് CHNM എന്നുള്ളത് 4ാമത്തെ വാല്യൂ അരയുടെ 4ാമത്തെ എലമെൻ്റായിട്ട് വരും. ആദ്യത്തെ 3 പോവില്ല, ഡിലീറ്റായി പോവില്ല, ലോസ് ആ ഡാറ്റ നമുക്ക് നഷ്ടപ്പെടില്ല. അതിനാണ് പ്രിസർവ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. അപ്പം ഈ ലെസണിൽ ഒരു അറേ എന്താണ്, അത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യണത്, ടൈപ്സ് ഓഫ് അറേസ്, സ്റ്റാറ്റിക് അറേ, ഡൈനാമിക് അറേ, പിന്നെ മൾട്ടി ഡയമെൻഷണൽ അറേസ്, പിന്നെ ഈ ഡൈനാമിക് അറേയിൽ റീഡിങ് ചെയ്യുമ്പോൾ മുന്നത്തെ വാല്യൂസ് പോവാതിരിക്കാൻ വേണ്ടി പ്രിസർവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. മനസ്സിലായിരുന്നത്.